ഈ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നാളെ ഈസ്റ്റർ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളിയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ഡെക്കറേഷൻ പരിപാടിയും അതോടൊപ്പം തന്നെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതാണ് ഇന്നത്തെ മെയിൻ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം തന്നെ 9 മണിയായിട്ടുണ്ട്. ഇനി 9:30 ആകുമ്പോൾ നമുക്ക് നേരെ പള്ളി പോകണം. രാവിലത്തെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ കുറേ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ പരിപാടിയുണ്ട്. കഴിഞ്ഞ വട്ടമുള്ള വ്ളോഗ് ഞാൻ ഇത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഐക്കാർഡിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കയറി കാണാം. അതേപോലെ തന്നെ ഒരു വർക്കാണ് നമുക്കവിടെ കിടക്കുന്ന പ്ലോട്ട് സെറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ റാലിക്കുള്ള കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഒരുപാട് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി നേരെ പള്ളിയിൽ പോയിട്ട് ബാക്കിയുള്ള ഒരു കാഴ്ചകളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ അങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ വിനീഷാണെങ്കിൽ അവിടെ നിന്ന് ഫുള്ള് പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് വലയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിലുള്ള ട്രോഫികളാണ് കേട്ടോ ഇത് പറയുമ്പോൾ ഈ ഒരു വർഷം കിട്ടിയ ട്രോഫികളാണ് നമുക്കിവിടെ വച്ചിരിക്കുന്നത്. അതും ഏരിയയും ഡിസ്ട്രിക്റ്റും ചേർന്നിട്ടുള്ള ട്രോഫികളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റും സെക്കൻഡും എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വ്ളോഗൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ചെറിയ കോൺട്രാക്റ്റൊക്കെ വിട്ടതിന് ശേഷം നമുക്ക് പോവേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഫ്ലക്സ് അടിക്കാനായിട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഇവിടെ ലേറ്റസ്റ്റ് വ്ളോഗൊക്കെ ഇരുന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലക്സ് അടിക്കാനായിട്ട് പോയപ്പോൾ അവിടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് മൊമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഈ മൊമെൻ്റാണ്. കണ്ടില്ലേ, അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മൊമെൻ്റാണ് അത്. എൻ്റെ കണ്ടിട്ട് തന്നെ എൻ്റെ കിളി പോയി. പിന്നെ അവിടെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പോസ്റ്റർ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട്ടൗട്ട് ചെയ്യാനായിട്ടുള്ളത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവും 4 മാലാഖയുമാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നേരെ അവിടെ പോയി ഫുഡ് കഴിക്കണം കേട്ടോ. പള്ളിയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് ചമ്മന്തി, മുളക്. ആണോ? ഞാനുണ്ട്. രണ്ടാം എന്തിനൊന്ന് എന്തോന്ന് ഓ അല്ല, ഒരു പാട്ട് പാടാ. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ. പാവം കണ്ടില്ലേ, എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നു. കമ്പനിക്ക് ആർക്കും വേണോടെ? ഇവനെ വിളിച്ചോ, നിന്റെ അനിയനെ? വിനീഷിന്റെ മതി. ഓ, കഴിച്ച് കഴിഞ്ഞിട്ട് നക്കി കൊണ്ടുപോകും. ഗഡി ഫോൺ കൊള്ളാം. ഗൈസ്, ഇതാണ് നമ്മുടെ പള്ളിയിലെ അടുക്കള, കിച്ചൺ. ഏതാ നിക്കാൻ വേണ്ടിയാ ഇപ്പൊ തറ കിടക്കായിരുന്നു. വാവ്, വീഴാ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കിട്ടുമായിരുന്നു അല്ലേടേ. ഇവിടെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ. നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ കളർ പേപ്പർ അതെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ. ഇപ്പോഴത്തെ കുറേ നമുക്ക് സെറ്റ് ചെയ്യണം. അത് അവിടെ ഫുള്ള് കളർ പേപ്പർ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കണ്ടില്ലേ, ഇത് ഞാൻ ചെയ്തതാണ് കൈസ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കുറേ സെറ്റ് ചെയ്തെടുക്കണം. ഈ കൈസ് അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇപ്പം വന്നിട്ടുണ്ട്. കുളിച്ചിട്ട് വീണ്ടും പോകാനായിട്ടുള്ള ഒരു പ്ലാനാണ്. ഇപ്പം തന്നെ 4 മണിയായിട്ടുണ്ട് വൈകിട്ട്. അപ്പോൾ നമുക്കിന്ന് നേരെ ഇപ്പം പോയി ഫ്ലക്സ് എടുക്കണം. അപ്പോൾ അത് പള്ളി പോയിട്ട് ഫ്ലക്സ് എടുക്കാൻ പോകും. അപ്പോൾ രാവിലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ പോയി 2-3 മണിക്കൂർ അവിടെ ഫുള്ള് പോസ്റ്റായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഈസ്റ്ററിൻ്റെ ഇലക്ഷൻ്റെ ഫുള്ള് അടിക്കാനായിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് 5 മണിക്ക് സംഭവം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയിട്ട് നേരെ നമുക്കങ്ങ് പോകാം ഫ്ലക്സ് എടുക്കാനായിട്ട്. ഗൈസ്, നമ്മൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ കുറേ പൂക്കൾ
എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടില്ലേ ഗൈസ്, എൻ്റെ വ്ളോഗിൽ വരാത്ത കുറേ വരുന്നത് അവിടെ ഉണ്ട്. കണ്ടില്ലേ കണ്ടില്ലേ ഗൈസ്, ഇവിടെ ഫുള്ള് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കണ്ടില്ലേ കണ്ടില്ലേ ഗൈസ്, ബലൂണ് ജൂനിയർ വ്ളോഗേഴ്സ് ഇതായിരിക്കുന്നു. കണ്ടില്ലേ ഫുള്ള് വെള്ളത്തിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ടാ? ഇത് വെള്ളമൊക്കെ വെച്ച് സെറ്റാണ് ഈ സ്പോഞ്ചിൽ. എല്ലാവരും നന്നായിട്ട് പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോരോ സെക്ഷനായിട്ട് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാലാഖയുടെ ചെറുക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ടില്ല ഇവിടെ പൂക്കൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോസ നമ്മുടെ ബെഞ്ചിൽ വെക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് അലങ്കാര പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് 5 മണിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5:30 ആയപ്പോൾ നേരെ ഫ്ലക്സ് എടുക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ്. പിന്നെ അവിടെ നിന്നും കഴിഞ്ഞ് ഫ്ലക്സ് വാങ്ങിക്കൊണ്ട് വരികയാണ് കേട്ടോ. 2 ഷീറ്റ് ഫ്ലക്സ് ഉണ്ട്. ഫ്ലക്സ് ഇതാ ഇവിടെ തുറക്കുകയാണ്. ബാഗാ ഇത്? ബാക്ക്ഗ്രൗണ്ടോ? ഇതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നിങ്ങൾ 2 മാലാക ചോദിച്ചപ്പോ നമ്മൾ 4 തന്നു. ഇത്രേ ഉള്ളൂ. കാലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഫോട്ടോ കണ്ടില്ലേ? സെറ്റല്ലേ? എല്ലാം എന്റെ സെലക്ഷനാണ്. മാലാക ക്ലാരിറ്റി ഉണ്ട്. പോടെ കൊള്ളാടേ. കണ്ടില്ലേ? ഓ ഗൈസ്, 6 വിരലുള്ള കൈ. 1 2 3 4 5 6 എന്തിനു തോന്നുന്നു ഗൈസ്. ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഇതിന്റെ ഇവിടെ സെറ്റ് ചെയ്യും. അത് ഫുള്ള് നമ്മുടെ ചാനലിൽ ഇപ്പം വരും. കണ്ടില്ലേ? 2 മാലാക സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയത് 2 സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫുള്ള് വർക്ക് ഫുള്ള് നൈറ്റാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ചായയും കടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്വല്പം ടീ ആവാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടോ വിനീഷ്? എങ്ങനെയുണ്ടോ വിനയ്? ഉള്ളിയോടെ ഉണ്ട്, വാഴയ്ക്കപ്പുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പഴംപൊരി എന്നായിരിക്കും പറയുന്നത്. വേറെ എന്തൊക്കെയുണ്ട് ട്രൈ? പഴംപൊരി അല്ലാതെ ബോസ് ഇങ്ങ ഒരു പാട്ട് പാട്. പാടേ അത് തന്നെ. എന്ത് നിന്റെ ചേട്ടൻ ഗായകനല്ലേ? ഒന്ന് നീ ഒരു പാട്ട് പാടാ. വേറെ 2 പഴങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇറാ, ഞാൻ കണ്ണാടി സീർത്തും വെച്ച് തരാം. എക്സ്ക്ലൂസീവ്. ഇപ്പൊ ആദ്യം എന്തെന്ന് പറഞ്ഞ പോട്ടറാ മ്യൂസിക് ആയിരുന്നു. വാഴപ്പഴമാണ് കണ്ട കുടച്ച് വയ്ക്കുന്നത്. ഇതേപോലത്തെ എക്സ്ക്ലൂസീവ് തഗ്ഗ കേൾക്കണം നമ്മളെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കണ്ട പേസ്റ്റിന്റെ വലിച്ചേർന്നത് പോലെ കുപ്പി വരെ നക്കി വടിച്ചെടുക്കുകയുള്ളൂ. രണ്ടും കണക്കിയാണ്. അവിടെ ആത്മാർത്ഥത പണി. ഓ എല്ലാ പിറകിൽ കണ്ടുരാക്കി അടിക്കാൻ ചെയ്യാത്ത പണി ചെയ്തെന്ന് പറയാൻ കണ്ട ഇങ്ങനെ നക്കി വഴിയതാ. ഇതോ കൊണ്ടുപോയി തിന്നാൻ കിട്ടാതെ കിട്ടിയപ്പോ എന്താ തിന്നണോ അല്ലെ? ഉണ്ടാടോ അതിന്റെ അകത്ത്? പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഫ്ലക്സിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഒരു ഫ്ലക്സ് കട്ട് ഔട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിൻ്റെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ 4 മാലാക നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫുള്ള് ടാസ്ക് പരിപാടിയാണ് ഈ മാലാക കട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഗ്യാപ്പിൽ കൂടെയൊക്കെ വെട്ടിയെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ചെറിയ ബൈൻഡ് പോലത്തെ ഒരു പ്ലൈവുഡ് ഉണ്ടല്ലോ, അതാണ് വെച്ച് അടിക്കുന്നത്. അതൊക്കെ നൈറ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഒരു 6-6:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോകാം. പിന്നെ നാളെ രാവിലെയും വീണ്ടും നമുക്കിവിടെ പള്ളിയിൽ വരേണ്ടതുണ്ട്. ഈ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. പള്ളിക്ക് ആ തൽത്താര അവിടെ കണ്ടില്ലേ, പൂ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അവിടെ ഒരു പൂ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ പൂ കുറച്ചുണ്ട്. ഇനി ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്ലൈവുഡ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ വരുന്ന ഒരു ചേട്ടൻ്റെ അവിടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ രാത്രി ഒരു 10-10:30 ആയിട്ടുണ്ടാവും. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയിലോട്ട് കയറ്റണം. നമുക്ക് പ്ലോട്ട് സെറ്റ് ചെയ്യണം അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. നമുക്കവിടെ പോയി പണിയൊക്കെ എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ജിഷാലിത പണിയെടുക്കുന്ന വ്യാജേന കയറിയിരിക്കുകയാണ്. സാംരാജ് ഡീക്കർദാ വന്നിരിക്കുന്നു. സാമണ്ണ ഒരു പാട്ട് പാടൂ. സാമണ്ണ ഒരു പാട്ട് പാടൂ. പണിയെടുക്കാതിരിക്കുന്ന പിന്നെ 12:30 ആയപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് നമ്മൾ അടുത്ത വ്ളോഗായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈസ്റ്റർ ഡേയുടെ അന്നത്തുള്ള വ്ളോഗായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മുടെ അടുത്ത വ്ളോഗിൽ വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.